പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ ക്ലാസ് കഴിഞ്ഞ എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവസാനം ഇന്നലെ ഏകദേശം 2-2.5 മണിക്കൂറോളം വരുന്ന ഒരു റിവിഷൻ ക്ലാസ്സോട് കൂടി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് മൊത്തം നമ്മൾ തീർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ വാക്ക് നമ്മൾ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നല്ലപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ ഏകദേശം 99 PSC പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇതൊക്കെയാണ്. സർവകലാശാല യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് അതിന്റെ 3ഉം 4ഉം ഘട്ടവുമാണ് പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ഘട്ടം പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 9-നും 4ാം ഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 23-നുമാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഏതൊക്കെ പരീക്ഷകളാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അറബിക് ജൂനിയർ ഹയർ സെക്കൻഡറി ടീച്ചർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, സർവകലാശാല ലാസ്റ്റ് ഗ്രേഡിന്റെ പരീക്ഷ, യൂണിവേഴ്സിറ്റി ഇൻസ്ട്രക്ടർ, കുക്ക്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫയർമാൻ ഗ്രേഡ് 2 മിനറൽസ് ആൻഡ് മൈൻസ്, ഡ്രാഫ്റ്റ് മാൻ, കെയർ ടേക്കർ, കമ്പ്യൂട്ടർ ഗ്രേഡ് 2, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ, അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റിന്റെ അടുത്ത പരീക്ഷ, പിന്നെ ബ്ലൂ പ്രിന്റ് ഹൈഡ്രോഗ്രാഫിക്കർ, അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ ECG ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പരീക്ഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്റ്റംബർ സമയത്തിൽ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളിവിടെ കാണാനായിട്ട് കഴിയും നമ്മുടെ ഡയലക്ട് ലെക്ചറർ പരീക്ഷയും ഇതേ സമയത്ത് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് പരീക്ഷകൾ വരാനായിട്ട് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇന്ന് മുതൽ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും, അതിന് ഹെഡിംഗ് ഒന്നും കാണത്തില്ല, പക്ഷേ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അതിൽ നിന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത് പറയുന്നത് നമ്മുടെ ജൂനിയർ ഇൻസ്പെക്ടറിന്റെ 26 പേർ കൂടി ഉടനെ നിയമനം പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ 16 പേർ കൂടി മലപ്പുറത്ത് നിയമനം പോകുന്നുണ്ട്. അതുപോലെ തന്നെ LDC എറണാകുളം 46 പേർ കൂടി ഉടനെ നിയമനം പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ മലയാളം ജൂനിയറിന്റെ ലാംഗ് ലിസ്റ്റ് ഈ ആഴ്ച കൂടിയേ ഉള്ളൂ. 3-1 പേർക്ക് നിയമനം ഇതുവരെ ആയിട്ടില്ല. ഇതൊക്കെ വളരെ കഷ്ടമാണ്. ഒരുപാട് പേര് ഇങ്ങനെ ജോലി കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റ് കയറിയിട്ട് അവർക്ക് ഇതുപോലെയുള്ള അവസ്ഥയൊക്കെ വരുന്നത് ഭയങ്കര കഷ്ടമാണ് അല്ലേ. പിന്നെ പറയുന്നത് നമ്മുടെ KASന്റെ കാര്യമാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കാര്യമാണ്. അതിലെ 2ാം KAS ബാച്ചിന്റെ ഡെപ്യൂട്ടേഷൻ തസ്തികകൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള അല്ലെങ്കിൽ KASലേക്കുള്ള അടുത്ത ബാച്ചിനേക്കായിട്ട് പരമാവധി ഡെപ്യൂട്ടേഷൻ തസ്തികകൾ കണ്ടെത്താനായിട്ട് സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 104 പേരടങ്ങിയ ആദ്യത്തെ KAS ബാച്ച് 18 മാസത്തെ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ ആഴ്ചയാണ് ചുമതലയേറ്റത്. ഇവർ 8 വർഷം ഇതേ തസ്തികയിൽ തുടർന്നാൽ പുതിയ നിയമനങ്ങൾക്ക് ഇടമില്ല. ഇത് കണക്കിലെടുത്താണ് അടുത്ത ബാച്ചിനായിട്ട് ഒഴിവുകൾ കണ്ടെത്താനായിട്ട് തിരക്കിട്ട ശ്രമം നടക്കുന്നത്. ഓരോ വകുപ്പിലെയും 2ാം ഗസറ്റഡ് തസ്തികയുടെ 10% എടുത്തിട്ടാണ് KAS ഒഴിവുകൾ ആദ്യം സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച 110 ഒഴിവുകളിലേക്കാണ് 105 പേരെ തിരഞ്ഞെടുത്തത്. പരിശീലനത്തിനിടെ ഒരാൾ സിവിൽ സർവീസിലേക്ക് പോവുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം ബാച്ചിനായിട്ട് വകുപ്പുകളിൽ നിന്നും 10% ഗസറ്റഡ് തസ്തികകളോട് ഏറ്റെടുക്കാനായിട്ട് സർക്കാർ ആലോചിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും പുതിയ ഡെപ്യൂട്ടേഷൻ തസ്തികകൾ പുതുതായിട്ട് കേരള PSCയിൽ കണ്ടെത്താനുള്ള ശ്രമം സർക്കാർ തുടങ്ങുന്നുണ്ട്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു തസ്തികകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതും അതിലേക്ക് പരീക്ഷ നടത്താൻ ശ്രമിക്കുന്നതും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് അധ്യാപക തസ്തികകൾ നിർണയം ഒഴിവെല്ലാം സർക്കാർ സ്കൂളുകളിലാണെന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഒരുപാട് അധ്യാപക തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പലിന്റെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാഴ്ചക്കകം നിയമനത്തിനുള്ള ഉത്തരവ്. ആരോഗ്യ വകുപ്പിലേക്ക് 77 പുതിയ ഡോക്ടർമാരെന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ചത് ആലപ്പുഴ, തൃശ്ശൂർ, വയനാടിന്റെ ജില്ലകളാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സൈസിന്റെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ST പ്രൊമോട്ടർ പരീക്ഷ ഒഴിവാക്കിയത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ST പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, അതിനെ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടി ഒഴിവാക്കിയെന്ന് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ
പുതിയ ഉത്തരവിനകത്ത് ഹൈക്കോടതി പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വാർത്ത, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. ഒരേ ആളുകൾ പല ലിസ്റ്റിൽ ആളെ കൂട്ടിയില്ലെങ്കിൽ ലിസ്റ്റുകൾ പാഴാകും. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPOയുടെ 1ാം റാങ്കിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. അയാൾ സബ് ഇൻസ്പെക്ടറിലുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലുണ്ട്, LDCയിലുണ്ട്, ഒരുപാട് തസ്തികയിലുണ്ട്. പക്ഷേ അയാൾ CPOയ്ക്ക് പോവുമോ? CPOയ്ക്ക് പോകത്തില്ല. കാര്യം CPOയെക്കാളും ഒരു പടി മുന്നിലുള്ള തസ്തികൾ തന്നെയാണ് സബ് ഇൻസ്പെക്ടറും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒക്കെ. അപ്പോൾ അതിലേക്ക് അവർ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഈ സെയിം ലിസ്റ്റിനകത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലിസ്റ്റുകൾ പാഴാകുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് അവസരം നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ ആളെ കൂട്ടിയില്ലെങ്കിൽ ലിസ്റ്റുകൾ പാഴാകുമെന്നാണ് പറയുന്നത്. 2023 മെയ് 6 ആരംഭിച്ച 10th ലെവൽ മെയിൻ പരീക്ഷയിൽ ബിവ്കോ LDC പരീക്ഷ എഴുതിയത് 31,000 പേരാണ്. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ 57,000 പേരും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 41,000 പേരുമാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ തവണത്തെ LDC ലാസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സെയിൽസ്മാൻ, സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, അതുപോലെ തന്നെ SI, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് തസ്തികയിലുള്ളവരാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ വീണ്ടും പരീക്ഷ എഴുതിയത് താരതമ്യേന പരിശോധനയിൽ ഓഫീസ് അറ്റൻഡന്റ് ലിസ്റ്റിലേക്കുള്ള 86 പേര്. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ലിസ്റ്റുകളിലൊക്കെ ഉള്ളവർ ഈ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും അവർ എന്തായാലും റാങ്ക് ലിസ്റ്റിലോട്ട് മുന്നോട്ട് വരും. കാരണം ഒരു റാങ്ക് ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ളവർ മാത്രമേ ഇതുപോലുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കയറുന്നവരെന്തായാലും ബാക്കി എഴുതുന്ന പരീക്ഷകളിൽ എന്തായാലും ഒരു റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ജോലിയിലേക്ക് പോകത്തുമില്ല, പഴയ ജോലി അവർ വിടത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ അവസരം അവിടെ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താണ്? റാങ്ക് ലിസ്റ്റുകളിൽ ആളെ കൂട്ടുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ കാര്യം കൂടി കേരള PSCയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് 2 ചോദ്യങ്ങൾ ഒഴിവാക്കി 3 ഉത്തരങ്ങൾ തിരുത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം വാർത്തകൾ 10 പേർക്ക് കൂടി ദേവസ്വം ബോർഡിലേക്ക് ക്ലർക്കിന്റെ നിയമനം വന്നിട്ടുണ്ട്. വാച്ചറിന്റെ പരീക്ഷ, ദേവസ്വം ബോർഡ് വാച്ചറിന്റെ ഓഗസ്റ്റ് 13 പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന എന്താണ്, നമ്മുടെ PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളൊക്കെ ഈ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പത്രത്തിനകത്ത് വന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ടും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി അയച്ചു കൊടുക്കാനായിട്ടും മറക്കരുത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവർ തീർച്ചയായിട്ടും ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് തലേ ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വേണം പോകാനായിട്ട്. മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഏകദേശം 2.5 മണിക്കൂർ, ഏകദേശം 20 GB വീഡിയോ ആണ് ആ വീഡിയോ കേട്ടോ. ഏകദേശം 2.5 മണിക്കൂറോളമുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ്. മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ LDC LGSന്റെ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അത് തീർത്തിട്ടേ അത് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീയും കാര്യങ്ങളൊന്നുമില്ല, പൈസയും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യൂട്യൂബ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ ക്ലാസിൻ്റെ കാര്യങ്ങളും ബാക്കി അപ്ഡേറ്റുകളൊക്കെ ടെലഗ്രാം ചാനലിൽ പറയും. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക, റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാൻ മതിയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.